എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് നിൽക്കുന്നത് ബാബുമാന്റെ വീട്ടിലാണ്. ബാബുമാന്റെ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ കുറച്ച് പേര് കൂടിയിട്ടുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് ബാബുവിന്റെ കുടുംബമുണ്ട്, അതുപോലെ ഇവിടുത്തെ മെമ്പറുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്കിവിടെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ മെമ്പറാണ്. ബിന്ദു കുഞ്ഞിരാമൻ എന്നാണ് എൻ്റെ പേര്. ഞങ്ങളിവിടെ ചേലമ്പാറ SC കോളനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ എൻ്റെ റിലേഷൻ കൂടിയായ ബാബുമോൻ എന്ന വ്യക്തി ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്. അവന് 2 കുട്ടികളാണുള്ളത്. പിന്നെ അമ്മ, അനിയൻ, അങ്ങനെ അടങ്ങുന്നതാണ് അവരുടെ കുടുംബം. ഒരു ഭയങ്കര സാമ്പത്തികമായി നല്ല പിന്നോക്കം നിൽക്കുന്ന കൂലിപ്പണി ചെയ്തിട്ടാണ് അവരുടെ കുടുംബം പുലർന്നു വരുന്നത്. ഈ വേളയിൽ അവന് ഒരു കിഡ്നിക്ക് അസുഖം വരികയും തുടർന്ന് കുറേ നാളുകളായിട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കിഡ്നിക്ക് പ്രവർത്തനരഹിതമായിക്കൊണ്ട് കിഡ്നിയെ മാറ്റി വെക്കണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഞങ്ങൾക്ക് ഡോക്ടർമാരിൽ നിന്നും ലഭിച്ചത്. അതിനെ തുടർന്ന് ഞങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുമെന്നും ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുമെന്നും ഇതുപോലെ എല്ലാവരും സഹായിക്കണമെന്നും. എൻ്റെ പേര് ചന്ദ്രനാണ്, എൻ്റെ ഏട്ടനാണ്. അവ ഡയാലിസിന് വേണ്ടിയിട്ട് ഞങ്ങൾ മദർ കെയറിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പോക്കിന് ചിലവിന് നമുക്ക് 10,000-3000 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും നാട്ടുകാർ കുറേ സഹായിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചു. എന്തെങ്കിലും ധനസഹായത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കഴിവില്ലാത്ത പാവങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അറിവ് കിട്ടപ്പോൾ ഞങ്ങൾ ചാനലുകാരനെ വിളിച്ചു ഒന്ന് മൊത്തം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വർഷമായി ആശുപത്രി കൊണ്ടുപോകും. അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. എൻ്റെ പേര് രാജേഷ്. എൻ്റെ ഏട്ടനാണ് ഈ പാവമെന്ന് പറഞ്ഞ വ്യക്തി. എൻ്റെ 2 കിഡ്നി തകരാറായിട്ട് അതിന് വേണ്ടിയിട്ട് 1 വർഷക്കാലമായിട്ട് ഞങ്ങൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഡയാലിസിസും വേണം, അതുപോലെ കിഡ്നി മാറ്റിവെക്കാനുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതിന് നിങ്ങളായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരും. എൻ്റെ പേര് രാമൻകുട്ടിയാണ്. ബാബുമോൻ്റെ ഏട്ടനായിട്ട് വരും. അപ്പോൾ അവന് പരമാവധി സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും സഹായിക്കുക. ഞങ്ങളുടെ ഏട്ടനാണ്. കുറേ ദിവസമായി ചികിത്സ തേടുന്നു. പക്ഷേ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണിപ്പോൾ. കഴിയുന്നത്ര ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണം. എൻ്റെ കുടുംബ സുഹൃത്തായ ബാബുമോനെ എല്ലാവരും സഹായിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മകനാണ് ബാബുരാജ്. 2 കിട്ടിയും സൂര്യാണ്ടിരിക്കുകയാണ്. കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ സഹായിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ മോനാണ് അവനെ ആവുന്നതും പരമാവധി സഹായം ചേലമ്പാറ 13-ാം വാർഡിൽ ഞങ്ങളുടെ സ്വന്തം ഏട്ടനാണ് ബാബുമോൻ. അപ്പോൾ 2 കിഡ്നി തകരാറായിട്ട് എമൗണ്ടിൻ്റെ പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സഹായിച്ച് ഇനിയും പൈസ കുറച്ചുകൂടി വേണം. അപ്പോൾ ഇതിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും കൂടി സഹകരിക്കുക. അന്ന് എല്ലാവരും കൂടി അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്കൊരു ഉപകാരമായി. ചികിത്സക്ക് ആവശ്യമായ ഭീമമായ തുക ആവശ്യമായിട്ടുണ്ട്. അതിനായി ഇതിലെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്. 99 46 46 06 45 എന്നാണ് ബാബുമോൻ്റെ ഗൂഗിൾ പേ നമ്പർ. ഇതിലേക്ക് എല്ലാവരും ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ സഹായിക്കുക. SPI ആണ്, ബ്രാഞ്ച് മണ്ണൂരാണ്. എൻ്റെ മൂത്ത മോനാണ്. ഞാനിപ്പോൾ 4 ബ്ലോക്ക് 1 മാസമായിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് മോനെല്ലാവരും സഹായിക്കണം, അത്രേ പറയാനുള്ളൂ. തച്ചമ്പാറ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ചേനമ്പാറ കോളനിയിൽ താമസിക്കുന്ന ബാബുമോൻ ഇവിടെ വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. വളരെ അവിചാരിതമായിട്ടാണ് ബാബുമോന് കിഡ്നി സംബന്ധമായ അസുഖമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ചികിത്സ.
അവിടെ ഉള്ള ചികിത്സകൾ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിലാണ് ചികിത്സ നടക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ബാബുമോന് ഈ അസുഖം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ്. കൂലിപ്പണി ചെയ്തിട്ടാണ് അദ്ദേഹം ഈ കുടുംബം നോക്കുന്നത്. ബാബുമോന് ഭാര്യയും 2 കുട്ടികളാണുള്ളത്. മൂത്ത കുട്ടി ITIയിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ് പഠിക്കുകയാണ്. 44 വയസ്സാണ് ബാബുമോൻ്റെ പ്രായം. കൂലിപ്പണി ചെയ്തിട്ടാണ് ഈ കുടുംബത്തെ പുലർത്തുന്നത്. വളരെ കുറഞ്ഞ സ്ഥലവും മാത്രം, ചെറിയൊരു വീട് മാത്രമാണ് ബാബുമോനുള്ളത്. അവരുടെ കഴിവിൻ്റെ പരമാവധി കടം വാങ്ങിയിട്ടും ലോൺ എടുത്തിട്ടും അതുപോലെ സുഹൃത്തുക്കളുടെ നിന്നും അടുത്തുള്ള ആൾക്കാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ബാബുമോൻ്റെ ചികിത്സ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ബാബുമോൻ വീണ്ടും പഴയ പോലെ ജോലിക്ക് പോയി ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതാണ്. അത് നമ്മളെല്ലാം കടമയും കൂടിയാണ്. കാരണം 2 കുട്ടികളാണ്. ആ കുട്ടികളുടെ ഭാവിയും ബാബുമോൻ്റെ കയ്യിലാണ്. മാത്രമല്ല ഭാര്യയാണെന്ന് വെച്ചാൽ വീട്ടിൽ ഗൃഹജോലിയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അമ്മയാണെന്ന് വെച്ചാൽ 4 ബ്ലോക്ക് വന്നിട്ടുള്ള അസുഖങ്ങളായിട്ട് ചികിത്സയും കാര്യങ്ങളായിട്ട് ഇരിക്കുന്നു. അപ്പോൾ വലിയൊരു സംഖ്യ തന്നെ അവർക്ക് മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ കുടുംബത്തിന് കണ്ടെത്താൻ കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാര്യ കിഡ്നി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് തുടർന്ന് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി യോജിക്കുകയാണെങ്കിൽ അവരുടേത് കിട്ടും. അങ്ങനെയാണെങ്കിൽ മറ്റേ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികമാണ് നമുക്ക് വരുന്നത്. അതല്ലെങ്കിൽ തയ്യാറുള്ള അല്ലെങ്കിൽ കിട്ടാവുന്ന നമുക്ക് വേറെ കിഡ്നിയും കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വലിയൊരു ബാധ്യത സാമ്പത്തികമായിട്ട് വരുന്നതാണ്. അത് ബാബുമോനോ കുടുംബത്തിനോ താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മളെ പോലുള്ള സുമനസ്സുകളായ ആളുകൾ ബാബുമോനെയും കുടുംബത്തെയും രക്ഷിക്കണമെന്നും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ആണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഒപ്പം ഇവിടെ ഗൂഗിൾ പേ നമ്പറും മറ്റുള്ളതെല്ലാം ബാബുമോൻ്റെ തന്നിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്ന സാമ്പത്തിക സഹായം ആ കുടുംബത്തെ വിളിച്ച് പറഞ്ഞ് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. ബാബുമോൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത്. സുമനസ്സുകളായ ഒരുപാട് പേര് ഈ ബാബുമോനെ കൈവിടരുത്. കാരണം ചെലവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ കൂലിപ്പണിയാണ്, വേറെ ഒരു മാർഗവുമില്ല. ചെറിയൊരു വീടാണ്, എല്ലാവരും കണ്ടുവല്ലോ അല്ലെ, ചെറിയൊരു വീടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. ഒരു കുടുംബനാഥനും ആകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യും. താങ്ക് യു.